വോട്ടെണ്ണലിന് ഒരു ദിനം മാത്രം ശേഷിക്കെ ചേലക്കരയിലെ വോട്ടർമാർ ആകാംക്ഷയുടെ മുൾമുനയിലാണ്. ചേലക്കര മണ്ഡലത്തിൽ വിജയം ആവർത്തിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. ചേലക്കരയിൽ UR പ്രദീപ് തന്നെ വിജയിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിൽ LDF പാളയം മുന്നേറുമ്പോൾ അട്ടിമറി വിജയമാണ് UDF പ്രതീക്ഷിക്കുന്നത്. സുനിൽ അരുമാനൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് ഫലം കൂട്ടിയും കിഴിച്ചുമൊക്കെ മുന്നണികൾ നടത്തിക്കഴിഞ്ഞു. ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് ശേഷിക്കുന്നത്. രണ്ട് മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയാണ് പുലർത്തുന്നത്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 20 വർഷമായി ചെങ്കൊടി പാറിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം ഇക്കുറിയും ഭരണം നിലനിർത്തും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലും പ്രതീക്ഷയും തന്നെയാണ്. അതോടൊപ്പം തന്നെ അനുയോജ്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പ്രസ്ഥാനം രംഗത്തിറക്കിയത്. അത് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്നുള്ള വിലയിരുത്തലാണ് ഇടതുപക്ഷ പാളയത്തിനുള്ളത്. LDF സ്ഥാനാർത്ഥിയായ UR പ്രദീപ് നേരത്തെ തന്നെ മണ്ഡലത്തിൽ MLA ആയിരുന്നു. അതിനുശേഷം K രാധാകൃഷ്ണൻ MLA ആയി മണ്ഡലത്തിൽ സ്ഥിരമായി തന്നെ LDFന്റെ മണ്ഡലമായും LDFനെ നെഞ്ചോട് ചേർത്ത മണ്ഡലമായും ചേലക്കര മാറിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി UR പ്രദീപിനെ ആദ്യമേ തന്നെ പ്രഖ്യാപിച്ച് താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുമായി LDF മുന്നോട്ട് പോയത്. വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയാണ് LDF പാളയം നടത്തുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം 180 ബൂത്തുകളിൽ നിന്ന് ഏജന്റുമാരിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള കണക്കുകളും വിലയിരുത്തലുകളും നടത്തിക്കൊണ്ട് തന്നെയാണ് LDF വിജയം ഉറപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ശുഭാപ്തി വിശ്വാസ പ്രകടനവുമായി തന്നെ മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ഇതിന് കാരണം വനിതാ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു ആനുകൂല്യം, അതിനപ്പുറത്ത് നേരത്തെ MP ആയിരുന്ന ആലത്തൂർ, അതായത് ചേലക്കര നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന ആലത്തൂരിൽ നിന്നുള്ള മുൻ MP എന്നുള്ള ഒരു പരിഗണന, അത്തരത്തിൽ വനിതാ പരിഗണനയൊക്കെ ലഭിച്ചുകൊണ്ട് നേരിയ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും കാൽക്കുലേഷനും തന്നെയാണ് UDF പാളയം നടത്തിയിട്ടുള്ളത്. അത് നാളെ എന്തായാലും വോട്ട് എണ്ണി തുടങ്ങുമ്പോൾ അത്തരം കാര്യങ്ങൾ എന്തായാലും സസ്പെൻസൊക്കെ നീക്കി കൃത്യമായ വിവരങ്ങൾ പുറത്തു വരും. NDA സ്ഥാനാർത്ഥിയുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് വോട്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വോട്ട് മെച്ചപ്പെടുത്താൻ സാധിക്കും, വോട്ട് നില ഉയർത്താൻ സാധിക്കും എന്നുള്ള ഒരു കാൽക്കുലേഷനിലേക്കാണ് അവർ പോയിട്ടുള്ളത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചേലക്കരയുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ ഒരു പ്രകടനമായിരുന്നു. അത്തരം പ്രകടനം ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ളൊരു ആശങ്ക ഇരു മുന്നണികൾക്കും LDFനും UDFനും നിലനിൽക്കുന്നുണ്ട്. 23-ാം തീയതി രാവിലെ 8 മണി മുതലാണ് വോട്ട് രേഖപ്പെടുത്തിയ വോട്ട് പെട്ടികളെല്ലാം തന്നെ പൊട്ടിച്ച് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. ഈ വോട്ടെണ്ണൽ നടത്തുന്നതിന് വേണ്ടി ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ തന്നെ അറിയിച്ചിരിക്കുകയാണ്. ഇവിടെ 19 ടേബിളുകളാണ് വോട്ട് എണ്ണുന്നതിന് വേണ്ടിയിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. 14 ടേബിളുകൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ വോട്ടെണ്ണുന്നതിനും മറ്റ് 4 ടേബിളുകൾ പോസ്റ്റൽ വോട്ട് എണ്ണുന്നതിനും ഒരു ടേബിൾ ഈ നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്ന വോട്ടുകൾ എണ്ണുന്നതിന് വേണ്ടിയിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും ആദ്യം എണ്ണിത്തിട്ടപ്പെടുത്തുക. അതിനുശേഷമായിരിക്കും EVM-യിലോട്ട് പോകുക. ഏതായാലും 9 മണിയോടുകൂടി തന്നെ കൃത്യമായ ലീഡ് നില അറിയാൻ സാധിക്കും. ശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പ്രത്യേക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക കാർഡ് ലഭിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓരോ ടേബിളിലും അവരുടെ ഈ ഓരോ സ്ഥാനാർത്ഥിയുടെയും ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാസ് നൽകി നിയോഗിച്ചിട്ടുള്ള ഏജന്റുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. വീഡിയോ ചിത്രീകരണം, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശാനുസരണം ഈ വോട്ടെണ്ണൽ നടക്കുന്നതിന്റെ വീഡിയോ ചിത്രീകരിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ പുറത്തായിട്ട് കൃത്യമായി ഓരോ മിനിറ്റുകളിലും അപ്ഡേഷൻസ് നൽകിക്കൊണ്ട് വോട്ടെണ്ണലിന്റെ വിവരങ്ങൾ തത്സമയം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾക്കുള്ള ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. രാവിലെ 8 മണി മുതൽ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 23-ാം തീയതി 9 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ ചേലക്കരയുടെ ഏകദേശ രൂപം, ചിത്രവും പ്രതീക്ഷകളും കാൽക്കുലേഷനും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം സസ്പെൻസ് മറനീക്കി പുറത്തു വരുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ശരി, സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്.